വഴി കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വർഗം കിട്ടിയ പോലെ. പക്ഷെ ഇത് ഇനി വിറ്റ് മാറ്റണം. വിറ്റ് മാറ്റാൻ വേണ്ടി ഈ ലീവിന് മുമ്പ് വിറ്റ് മാറ്റിയിട്ടല്ല ജപ്റ്റിനിടയിൽ നിന്ന് രക്ഷപ്പെടണം. ജപ്റ്റി ഡേറ്റ് വന്നിരിക്കണമല്ല. നമുക്ക് വഴി കിട്ടിയാലും വിറ്റ് മാറ്റില്ല ജപ്റ്റ് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ കുടുങ്ങിക്കുന്നതിനെ കിടക്കണതാണ്. അങ്ങനെ ജിബിൻ രണ്ടാമത് ഇത് പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെ വന്ന് കണ്ട്. ഇപ്പോൾ ഞാൻ ജിബിൻ്റെ ഈ കേസ്, എനിക്ക് ഈ കേസ് കൊണ്ടൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ കിട്ടിയ പേപ്പർ അങ്ങനെ എന്നെ കൊണ്ട് അമ്മയെടുത്ത് വെച്ചു. അത് 6 പേപ്പർ ഒരുമിച്ചാണ് വെക്കണത്. നിങ്ങൾ ഓർക്ക് എൻ്റെ പേപ്പർ അഡിറ്റായിപ്പോയി. അപ്പോൾ ആദ്യം വന്ന് നിൽക്കും, എന്തിനാണ് എൻ്റെ പേപ്പർ മുകളിലിരിക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും വേണ്ട. അമ്മ ഇത് പേപ്പർ കണ്ടു, അത്രയേ ഉള്ളൂ. ഈ പേപ്പർ വെച്ചപ്പോൾ തന്നെ ജിബിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അമ്മ പറഞ്ഞ്, ഞാൻ അവൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ് 6 എന്ന് അമ്മ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. 6. അപ്പോൾ അതിൻ്റെ അകത്ത് മെസ്സേജായാണത്. അതിന് മെസ്സേജുണ്ട്. അതാണ് നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം പ്രസൻസ് ഉണ്ടാവും. നമുക്ക് ദൈവത്തെ കാണുന്നില്ല, പ്രസൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങളെ ഉടമ്പടി സത്യസന്ധരാണെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളതാണ് ഈ മഴവില്ലും സുഗന്ധാഭിഷേകവും അതുപോലെ തന്നെ പേരും ദർശനവും സ്വപ്നവും. ഉടമ്പടിയെല്ലാം വൃത്തിയാണെങ്കിൽ പ്രസൻസ് വരും. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. പ്രസൻസാണത്. അത് വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം അമ്മയുടെ അടുത്ത് വെച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞു 6 എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഷിബിനോട് പറഞ്ഞു 6 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷിബിൻ എന്നോട് ചോദിച്ച് ഡേറ്റാണോ അക്ഷരമാണോ? ഞാൻ പിന്നെ അറിയത്തില്ല, വെയിറ്റ് എന്ന് പറഞ്ഞു. വെയിറ്റ് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? വെയിറ്റ് ഇൻ കവനൻ്റ് എന്നതിൻ്റെ അർത്ഥം നീ ഉടമ്പടിയിൽ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യുക, സമയമാകുമ്പോൾ അമ്മ അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6 കഴിഞ്ഞ് പോയി, പിന്നെ ഒരു 16 കഴിഞ്ഞ് പോയി, 26 കഴിഞ്ഞ് പോയി, ഇപ്പം കിട്ടും എല്ലാം 6 ഉണ്ടല്ലോ നിൽക്കണം. ആരും വന്നില്ല. പക്ഷേ ഒരു 6-ാം തീയതി 6 മാസം കഴിഞ്ഞ് 6-ാം മാസം ആയപ്പോൾ ആൾ വന്ന് സ്ഥലമെടുത്തതിന് ശേഷം ഒപ്പിട്ടപ്പോഴാണ് മനസ്സിലാകണത് അയാളുടെ പേര് 6-ലാണ് തുടങ്ങണത്. ആ ഒപ്പിട്ടതിൻ്റെ ആളിൻ്റെ പേരും 6-ആണ്, വന്നിരിക്കണതും 6-ാം മാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിൻ്റെ കാര്യമാണ്. അതായത് ദൈവം നമുക്ക് അടയാളം തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവമാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കണം എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അടയാളം തരണത്. അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല. അത് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ദൈവമാണ് ഇതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നത്, വേറെ ആരുമല്ല. ഇത് നോട്ട് ബൈ മെറ്റലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഷിബിൻ്റെ റിസ്ക് എന്താ? ദൈവത്തെ ഒരിക്കലും അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വെച്ച് വേണ്ടത് നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ആ അരുവി നമ്മൾ തുടരും. അതുകൊണ്ട് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം നടക്കും. ഇന്ന് ഞാനിപ്പം എൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട 2004 എന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഞാൻ എവിടെയാണ് നിന്നത്? അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. ആ കർത്താവിൻ്റെ ദിവ്യകാരുണ്യം ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉടമ്പടിയിൽ ഇന്ന് ഉടമ്പടിക്ക് ശേഷവും നിങ്ങളുടെ കാലാവധിക്ക് ശേഷവും നിങ്ങൾ ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി സാക്ഷിയായിട്ട് ജീവിക്കും. ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജന്മമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വാക്ക് വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അടയാളം കിട്ടും. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കണത്. ഏറ്റെടുപ്പിക്കാനുള്ളൊരു മാർഗ്ഗം ഇതാണ് ഇപ്പോൾ പറയണത്. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വൃത്തിയുള്ള വാക്ക് കൊടുക്കണം. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും ഞാൻ വിശുദ്ധിയോടും സുവിശേഷ സാക്ഷിയായിട്ട് ജീവിക്കും. അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് അടയാളം നടക്കും. കാര്യം ഉടമ്പടി കർത്താവിൻ്റെ വാക്ക് കർത്താവ് ആ വാക്കിൽ നിന്ന് മാറ്റത്തില്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാൽ പോലും ഞാൻ വിശ്വസ്തനാകുമെന്ന് പറയുമ്പോഴേ ആ വിശ്വസ്തത നമുക്ക് അനുഭവവേദ്യമാകണത് വേറെ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. കാര്യം എന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ എക്കാലവും ദൈവത്തിന് 90 ദിവസമല്ല പ്രായം, അവൻ നിത്യത വരെ. അപ്പോൾ നിങ്ങൾ എൻ്റെ കർത്താവ് നീ എന്നെ സഹായിക്കണം. എനിക്ക് ജീവിതകാലം മുഴുവൻ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിനിവിടെ ആലപ്പുഴ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. ജീവിതകാലം മുഴുവൻ ആലപ്പുഴ വരണമെന്ന പേപ്പർ വാങ്ങിക്കണമെന്ന ക്യൂ നിൽക്കണമെന്ന ഒന്നും നിർബന്ധമില്ല. നിങ്ങൾ ദൈവത്തിന് എന്താ പറയേണ്ടത്? ഞങ്ങൾ ആലപ്പുഴയായാലും അയർലൻഡിലായാലും ഞങ്ങൾ ദൈവതിരുസന്നിധിയിൽ വിശുദ്ധിയോടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ഉടമ്പടിയതുപോലെ തുടർന്ന് ജീവിക്കും. ശ്രുതികട ഹല്ലേലൂയ. 1985. അപ്പോൾ ഈ 85 ഡിസംബർ 23 മുതൽ ഇന്ന് ഉള്ള ഈ ദൈവ അനുഭവത്തിലെ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ദൈവാനുഭവം
ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് അല്ല. മതപണ്ഡിതന്മാരും അക്കാഡമിഷ്യൻസുമാണ് ഇതിനെ വല്ലാത്ത രീതിയിൽ സങ്കീർണമാക്കി കളഞ്ഞത്. അവരന്വേഷിച്ച മേഖലയിലാണെങ്കിൽ പക്ഷേ പലപ്പോഴും ദൈവം ടാഞ്ചിബിളുമല്ല. ക്രിസ്തുവിൻ്റെ പിതാവ് വളരെ ടാഞ്ചിബിളാണ്, തൊടാൻ പറ്റും നമുക്ക്. അത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവവും അങ്ങനെയാണ്. ബുദ്ധി കൊണ്ട് തൊടാൻ പറ്റിയ ദൈവത്തെ ബൈബിൾ അവതരിപ്പിച്ചിട്ടില്ല. നമ്മളാണ് അതിനെ പഠിച്ച് പഠന സബ്ജക്റ്റാക്കി മാറ്റി അത് അതിനെ വസ്തുവാക്കി മാറ്റി. പഠിക്കുമ്പോൾ ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്ത് വരും. ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്യും. കാര്യം നമുക്ക് പഠിക്കുന്ന ഓബ്ജക്റ്റാണല്ല, പക്ഷെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യത്തിനാണ് കൃപാസനത്തിൽ പ്രാധാന്യം. എന്താ കാര്യം? ബൈബിളിൽ പ്രാധാന്യം സാക്ഷ്യത്തിന്. അതുകൊണ്ടാണ് ബൈബിളിൽ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിലെ പ്രാധാന്യം സാക്ഷ്യത്തിനാണ്. സാക്ഷ്യം പല രീതിയിൽ വരും. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സാക്ഷ്യം വരണത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, നോക്കി, കാതുകൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ. അപ്പോൾ എന്തെല്ലാം 3 തരത്തിൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവേദ്യനാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1. അതാണ് അപ്പോസ്തലിക് സഭ. അപ്പോൾ അപ്പോസ്തലിക് പാരമ്പര്യം അതാണ്. കൃപാസനം ഫോളോ ചെയ്യണ എപ്പോഴും അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിക്ക് ഒരു ചെറിയൊരു ന്യൂനത ഉള്ളത്, അതിൻ്റെ മരിയൻ പെർസ്പെക്റ്റീവ് വേണ്ട വിധത്തിൽ അവർക്ക് അപ്പോസ്തലന്മാർക്ക് അനുഭവവേദ്യമായില്ല. അതുകൊണ്ട് അപ്പോസ്തല നടപടികളിലൊന്നും മരിയനെ പ്രതിഫലിക്കണില്ല. അതിൻ്റെ പോരായ്മ നമുക്ക് വരണത് ട്രഡീഷൻ, ഒരു വെളിപാടാണ്. സഭയുടെ ആസ്പദങ്ങളിലെ ഒന്നാണ് കർത്താവിൻ്റെ വചനവും, പിന്നെ എന്താണ് സഭയുടെ പാരമ്പര്യവും. സഭയുടെ പാരമ്പര്യ വെളിപാടിൻ്റെ ഭാഗം തന്നെയാണ്. സഭയുടെ പാരമ്പര്യത്തിലൂടെയാണ് അപ്പോസ്തല സ്പിരിച്വാലിറ്റിക്ക്, അപ്പോസ്തല കാലത്തെ സ്പിരിച്വാലിറ്റിക്ക് നഷ്ടപ്പെട്ട അനുഭവേദ്യമല്ലാതിരുന്ന മരിയൻ ആത്മീയത വരുന്നത് പാരമ്പര്യത്തിലാണ് വരുന്നത്. ഇപ്പോൾ 2000 വർഷത്തെ പാരമ്പര്യവും സഭയുടെ പ്രതിസന്ധികളിലും കാലാകാലങ്ങളിലും സഭയ്ക്കുണ്ടായിട്ടുള്ള പ്രാതികൂല്യങ്ങളിലെ പരിശുദ്ധ അമ്മ അതിലിടപെട്ട രീതികളും ഒക്കെ എല്ലാം കൂടി സഭ ഒരു മരിയൻ സ്പിരിച്വാലിറ്റി, മരിയൻ ലിറ്റർജിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന രൂപമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഇക്കാലങ്ങളിലെ, ഇനി നാളെ കാലങ്ങളിൽ ദൈവം വേറെ കാര്യങ്ങൾ ചെയ്യും. ഓരോ കാലത്തിന് പറ്റിയ രീതിയിലാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമായിട്ട് തന്നെയാണ് മറിയത്തിലൂടെയും വെളിപാടുകൾ നൽകുന്നത്. ഇപ്പം ഞാനിപ്പോഴേ ഇവിടെ വരികയും ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചൊക്കെയാണ് വന്നത്. എന്നെ വിട്ടപ്പോഴേ കർത്താവ് എന്നെ തുടങ്ങാൻ ആവശ്യപ്പെടുന്ന ഇത് വെച്ചാണ്. എന്താണ്? വചനം നൽകിയത്. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോഴേ ഇവിടെ ഓൺ ദി സ്പോട്ടിൽ വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് ആലോചന ചെയ്തപ്പോഴേ കർത്താവ് പറഞ്ഞ വചനം ഇതാണ്. 8:13 ലൂക്ക 8:13 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്ക 8:13. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അതായത് വചനത്തിൽ വരുന്നൊരു വിഷയം, ഒരു വർത്തമാനകാല സന്തോഷം ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ കുറഞ്ഞ് വരും. കർത്താവ് വർത്തമാനകാല ആധ്യാത്മിക അനുഭവങ്ങളെ അത്ര കണ്ട് വില മതിക്കണില്ല. വർത്തമാനകാലം ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പെട്ടെന്ന് വന്ന് ഒരു അനുഭവങ്ങൾ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടായി. പക്ഷേ അടുത്ത കൊല്ലം ഡിസംബറിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് ഇപ്പം അറിയാം. പിടിയില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ചെയ്യുക, സാക്ഷ്യം പറയാൻ പറ്റുന്നവർക്ക് എന്ത് ആഘോഷമായിട്ടാണ് വരുന്നത്. പക്ഷേ മാതാവ് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചില സമയത്ത് ചിലർ പറയും, അമ്മ എന്താ ചിരിക്കാത്തത്?
അമ്മ എന്താ സീരിയസ് ആയിട്ടിരിക്കണം എന്നൊക്കെ ചോദിക്കും ചിലർ. പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കാണാൻ മാതാവിൻ്റെ മുഖത്താണ് നോക്കുന്നത്. അതൊരു കോമൺ ഫെയ്ത്താണ്. ഞാൻ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. പുണ്യാളൻ പ്രസാദിച്ചിട്ടുണ്ട്, പുണ്യാളൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ നോക്കും. പക്ഷെ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് പ്രകാശിപ്പിക്കും. അതിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അതാണ് അവൻ്റെ വെളിപാട് മാർഗം അതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം അതിനെ ഉപയോഗിക്കും. സിമ്പിളാണത്. അത് ദൈവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു അത് വലിയ പഠിപ്പൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം അവർ മനസ്സിലാക്കുന്നത് പുണ്യാളൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്. ആ മാതാവ് പുഞ്ചിരിച്ചിട്ടുണ്ട്, അപ്പോൾ കാര്യം നടക്കും. അത് സിമ്പിളാണത്. അപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാകും ഇവളുടെ അടുത്ത് ഈ വചനം എൻ്റെ മനസ്സ് വെളിപ്പെടുത്തേണ്ടത് ഈ രീതിയിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ആ രീതി വെളിപ്പെടുത്തി കൊടുക്കും ദൈവം. വെളിപാടുകൾ എല്ലാവരും IAS എല്ലാവരും റോമിൽ പോയി പഠിച്ചവരും അല്ല. കാര്യം 99% സാധാരണ മനുഷ്യരാണ്. ആധ്യാത്മികതയിൽ സാക്ഷരത ഒത്തിരി വേണ്ടവരാണ്. അവരുടെ ആധ്യാത്മിക നിലവാരത്തെ അവഗണിച്ചുകൊണ്ട് വലിയ പാണ്ഡിത്യം അഭിനയിച്ചിട്ട് ഔന്നത്യം ആർജിച്ച കാര്യമില്ല. കാര്യം എല്ലാവരും പഠിക്കണതും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട ജനങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൈബിൾ പഠനപരമായിട്ടും അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും, അവരെ അറിയത്തില്ല. അപ്പോഴെന്താ വിഷയം എന്ന് പറയുന്നത്, ആ ജനങ്ങളിലേക്ക് ദൈവത്തെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് എന്താ പറയണത്? ഇപ്പോൾ എന്നെ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില മക്കളെങ്കിലും ഇപ്പം അങ്ങനെ ഒന്നും കേൾക്കണില്ല, തമ്പായിച്ച വന്നെന്ന് പറയും. അപ്പോൾ അതാരുടെ ഭാഷയാണ്? കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അമ്പായി എന്ന് പറഞ്ഞു കൊടുക്കും. അമ്പായി അല്ലേ? ഇപ്പോഴത്തെ പെൺപിള്ളേർ അറിയത്തില്ലല്ലോ അവർക്ക്. പക്ഷെ പണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവ തിരുസ്വരൂപം കാണുമ്പോൾ അമ്പായി ഈശോ എന്ന് പറയും. അപ്പോൾ അമ്പോ എന്നൊക്കെ വിളിപ്പിക്കും. അമ്പോ എന്ന് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതാ കുഞ്ഞുങ്ങളുടെ ഭാഷയിലേക്ക് അമ്മ ഇറങ്ങി വന്നെ കണ്ടില്ലേ? എന്ത് രസകരമായിട്ട് ഇറങ്ങി വന്നത്. അല്ല ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുക? മനസ്സിലാകത്തില്ല. ദൈവപുത്രൻ എന്നാണ്, മനുഷ്യപുത്രൻ എന്നൊക്കെ കുഞ്ഞിനോട് പറഞ്ഞ് എന്ത് ചെയ്യാനാണ്? അമ്പായി ഈശോ. അത് വളരെ സിമ്പിളാണ്. അത് പബ്ലിക് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നമാണിത്. പബ്ലിക് എഡ്യൂക്കേഷൻ ആ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടാക്കണം. ആരായാലും ശരി, സുവിശേഷം കൈകാര്യം ചെയ്യുന്നവർ ഒരു ആധ്യാത്മികതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ, അത് അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ അണമറിയാതെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അതാണ്. സാക്ഷ്യം എന്താണ്? അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്കാണത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഏറ്റവും പറഞ്ഞ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യാഖ്യാനം ഓരോന്നും കിട്ടും. ഞാൻ ഒരു ദിവസം ഇത് വായിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ അന്റാർട്ടിക്ക വരെ അളന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ എന്ന് ചത്ത് വീഴുന്ന അതാണ് നിൻ്റെ ഭൂമി. നിൻ്റെ ഭൂമി അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതകാലം മുഴുവനും എന്നാ. നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്ന അത്രയും കാലം നമ്മളെന്ന് നമ്മുടെ കണ്ണടയുന്നു, അന്ന് നമ്മുടെ ഭൂമിക്ക് അതിർത്തിയായി, ഭൂമി തീരുകയാണ്. അപ്പം നമ്മുടെ മരണം വരെ ആരായിരിക്കും? നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാക്ഷികളായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ കണ്ണടയുന്നത് വരെ അങ്ങയുടെ നാമത്തിന്റെ സാക്ഷിയാകാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ.
അപ്പം നമ്മൾക്ക് കർത്താവ് ഇന്ന് വെളിപാടായി നൽകിയ വചനം ഞാൻ വീണ്ടും നോക്കുകയായിരുന്നു. അത് 8:13 എന്താണ്? പാറയിൽ വീണ വിത്ത്. വചനം വിതക്കുമ്പോൾ വീഴുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈശോ പറയണത്. ചിലത് പാറയിലാണ് വീഴുന്നത്. പാറയിൽ വീണ വിത്ത് അവർ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. വചനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടി എടുക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടിയുടെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര സന്തോഷമാകും, പ്രത്യാശയാകും. പക്ഷേ എന്താ പറ്റണത്? വേരില്ലെന്ന്. അതാണ് പ്രശ്നം. വേരില്ലാത്തത് കാരണം. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വചനമല്ല, വചനവും വേരുമാണ് പ്രധാനപ്പെട്ട കാര്യം. വചനം മാത്രം പോരാ, വേരുണ്ടാകണം. ഉടമ്പടി ശ്രദ്ധിക്കുന്നത് വേരുകൾ കൂടുതൽ മുളപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെന്നാ ചെയ്യണത്? അവർ കൂടുതൽ ചില വേരുകൾ മുളക്കാൻ വേണ്ടി അവർ തെങ്ങിൻ്റെ തടിയെ ചേർത്ത് മണ്ണൊക്കെ ഇടും. തടിയെ ചിലയിടത്തത് ഉപദ്രവം ചെയ്യും, ചിലക്കത് ഗുണം ചെയ്യും. ആ മണ്ണ് ശരിക്കും നല്ല ലെവൽ ചെയ്ത് കുറച്ച് വിസ്താരത്തിലിടുകയാണെങ്കിൽ മണ്ണ് വളമെടുക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയ വേരുകൾ ഇറക്കും. തെങ്ങ് പുതിയ വേരുകൾ ഇറക്കും. മണ്ണില്ലെങ്കിൽ ആ വേരും പുറ്റുമായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ പുതിയ വേരുകൾ ഇറക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പുതിയ വേരുകൾ. എത്ര വേരുകളാണ് ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾക്ക് വന്നത്? ഒന്ന്, നിങ്ങൾ രോഗികളെ കാണാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അലക്സച്ചൻ പറയായിരുന്നു, ഒരു ദിവസം ലോകത്ത് എന്തുമാത്രം മനുഷ്യരാണ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പണം കൈമാറും, സഹായം കൊടുക്കുന്നത്, എന്തുമാത്രം പേരുടെ വസ്ത്രം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭക്ഷണം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭാഷകൾ അറിയാത്തവർക്ക് ഭാഷ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിലൂടെ പുതിയ വേരുകൾ ഇറങ്ങുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വചനം നിലനിൽക്കാഞ്ഞതിൻ്റെ കാരണം എന്താ? വേരുകളില്ലാതിരുന്നത് കാരണം. അതല്ലേ, അങ്ങനെയല്ല എഴുതിയിരിക്കണത്. എന്താ എഴുതിയിരിക്കണത്? അതായത് എങ്കിലും അവർക്ക് വേരുകളില്ല. എങ്കിലും അവർക്ക് വേരുകളില്ല. വേരുകളെ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്ന പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. വേരില്ലെങ്കിൽ വീണു പോകും. അപ്പോൾ ഉടമ്പടി അന്വേഷിക്കുന്ന പുതിയ വേരുകൾ ഇറക്കുകയാണ്. പുതിയ നിലവിലുള്ള വേരിനേക്കാൾ പുതിയ വേരുകൾ. നിങ്ങൾക്ക് പുതിയ വേരുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? പലതരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും. അതെല്ലാം പുതിയ വേരുകളാണ് ഇല്ലേ? ചിലർ, ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ചിലർ കണ്ണ് കാണാൻ പാടില്ലാത്തവർക്ക് ഈ പത്രം വായിച്ചു കൊടുക്കും, സാക്ഷ്യങ്ങൾ. അതൊരു പുതിയ, അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വേരിറങ്ങും. ഉടമ്പടിയിൽ ദൈവത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെ വേര് പാകുകയാണ്. വേര് പാകാൻ വേണ്ടി പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, ടേക്ക് ദ സ്റ്റെപ്പ്, വേര് പാകുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്നേഹത്തിൽ വേര് പാകാൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എഫേസ്യൻസ് ലേഖനം 3:17. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടമ്പടി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണിത്. നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിന് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന് വായിച്ചേ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വേരുകളില്ലാത്തതിനാൽ ഉണങ്ങിപ്പോകുന്നു എന്നാണ് 8:13 പറയുന്നത് അല്ലേ? അവർ ചിലർ പെട്ടെന്ന് വിശ്വസിക്കും, പക്ഷെ വേരുകളില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും. ഇപ്പോൾ എന്താ പൗലോസപ്പോസ്തലൻ ഇതിൻ്റെ കൂടെ പറയണത്? ഇത് ലൂക്കാൻ്റെ സുവിശേഷമാണ്. പൗലോസപ്പോസ്തലൻ ഇതിൻ്റെ കൂടെ സബോർഡിനേറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം അല്ലേ? എഫേസ്യസ് 3:17 എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം. അപ്പം അതുകൊണ്ടാണ് അടി ഉറച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വീണു പോകും. അതുകൊണ്ട് വീണു പോകണമെന്നാണ് പറയണത്. വേരില്ലാത്തത് കൊണ്ട് അത് വീണു പോകുന്നു. വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അടി ഉറക്കണം. അടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വേരുപാകണം. പ്രൈസ് ദി ലോർഡ്.
ഈ സ്നേഹത്തിലെ വേരുപാകുകയിലാണ് നമ്മൾ എവിടെ നടക്കുന്നത്? നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉടമ്പടി ജീവിതം. സ്നേഹത്തെ വേരുപാകുന്ന പരിപാടിയാണ് കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. അത് തന്നെയാണ്, കാരുണ്യ പ്രവൃത്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കൈമാറ്റം. കാര്യം ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഇവിടെ കാരുണ്യ വർഷം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷം മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഏത് വർഷമാണെന്ന് ഞാൻ മറന്നുപോയി. കരുണയുടെ വർഷം. അപ്പം ഞാൻ ഇവിടെ എനിക്ക് പരിശുദ്ധാത്മാവ് ഈ വിഷയം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ കരുണയെന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൈമാറുന്നതാണ്, അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചരക്കുകൾ കൈമാറുന്നതല്ല. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം മനുഷ്യരാഴ്ചയോട് കാണിക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നതാണ്.